നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ച സംസ്ഥാനത്തെ 62 റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു. സ്മാർട്ട് റോഡുകൾ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. സർവകക്ഷി സംഘത്തിന്റെ വിദേശ പര്യടനത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് കേന്ദ്ര സർക്കാർ, അതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും ശശി തരൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ച അട്ടാരി വാഗ അതിർത്തി തുറന്നു. 22 ദിവസങ്ങൾക്ക് ശേഷമാണ് വാഗ അതിർത്തി തുറന്നത്. കേരളത്തിൽ എത്തുന്നതിൽ നിന്ന് അർജന്റീനിയൻ ടീം പിന്മാറിയതിൽ സ്പോൺസർമാരുടെ വിശദീകരണം തേടി കായിക വകുപ്പ്. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് അനിശ്ചിതത്വത്തിലാക്കിയത് സ്പോൺസർമാരാണെന്ന് കായിക വകുപ്പ്. വാർത്തകൾ വിശദമായി. സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡായ CV രാമൻപിള്ള റോഡ് ഉൾപ്പെടെ BMBC നിലവാരത്തിൽ നവീകരിച്ച സംസ്ഥാനത്തെ 62 റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു. സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. BMBC നിലവാരത്തിൽ നവീകരിച്ച സംസ്ഥാനത്തെ 62 റോഡുകളാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും പങ്കെടുത്തില്ല. വീണ്ടും ഇടത് സർക്കാർ അധികാരത്തിൽ വരുമെന്നും അതിനായി ഒത്തൊരുമയോടെ അതിനുവേണ്ടി പരിശ്രമിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ വീണ്ടും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തൊരുമയോട് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ 3 കിലോമീറ്റർ നീളമുള്ള ഗോൾഡൻ മൈൽ റോഡാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ്. ഇതാണ് 3.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള വെള്ളയമ്പലം തൈക്കാട് റോഡ് മറികടന്നത്. ഇതുൾപ്പെടെ 12 സ്മാർട്ട് റോഡുകളും മറ്റ് ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 50 റോഡുകളും ഉദ്ഘാടനം കഴിഞ്ഞു. അതേസമയം കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച് ഉദ്ഘാടന വേദിക്ക് സമീപം BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. UDF പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. റോഡുകളുടെ നിർമ്മാണം ആകാശത്ത് നടത്താൻ കഴിയില്ലെന്നും ഇത് കാരണമാണ് റോഡ് നിർമ്മാണ സമയത്ത് ജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ സഹകരണം നാട്ടിലെ ജനങ്ങളാണ്. കാരണം ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർത്തു നോക്കണം. ജനങ്ങൾ അതിനോട് സഹകരിച്ചു. കാരണം റോഡ് യാഥാർത്ഥ്യമായാൽ ഈ നാടിന്റെ മാറ്റം അത് എല്ലാ നിലയിലും കാണാനാകുമെന്നുള്ളതാണ്. ഇവിടുത്തെ പോലീസ് ട്രാഫിക് ഡൈവേഷനും മറ്റുമായി വലിയ നിലയിൽ ഇടപെട്ടു. എന്നാൽ അതിനെ നെഗറ്റീവായി എടുത്ത ചിലരുണ്ട്. പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെ നെഗറ്റീവായി എടുത്തു. അത് നാടിൻ്റെ വികസനത്തിന് അള്ളുവെക്കുന്ന പണിയാണെന്ന് പൊതുവേ ജനം വിലയിരുത്തി. പക്ഷേ നമ്മളാരും അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല. അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനൊക്കെ മറുപടി ജനങ്ങൾ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കും. ആ മറുപടി ഈ റോഡുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിലൂടെയായിരിക്കും ഞങ്ങൾ നൽകുക എന്നുള്ള മറുപടിയാണ് ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. കാരണം റോഡിൻ്റെ പ്രവൃത്തി നമുക്കറിയാം, ആകാശത്ത് നടത്തി ഭൂമിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അന്നും പറഞ്ഞിരുന്നു. റോഡ് പ്രവൃത്തി നടക്കണമെങ്കിൽ അത് തീർച്ചയായും ഭൂമിയിൽ തന്നെ നടത്താൻ വേണ്ടി പറ്റും. മന്ത്രിമാരായ GR അനിൽ, AK ശശീന്ദ്രൻ, MLA മാരായ V ജോയി, ആന്റണി രാജു, VK പ്രശാന്ത്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് തിരുവനന്തപുരം. പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിലേക്ക് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച ക്ഷണം സ്വീകരിച്ച് ശശി തരൂർ MP. പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം ബഹുമതിയായി കാണുന്നു. ദേശീയ താൽപര്യമുള്ള വിഷയമായതിനാലും തന്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും ക്ഷണം താൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നതായി ശശി തരൂർ പ്രതികരിച്ചു. സർവകക്ഷി സംഘത്തിന്റെ വിദേശ പര്യടനത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് കേന്ദ്ര സർക്കാർ, അതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും ശശി തരൂർ. ദേശസേവനത്തിനാണ് സർക്കാർ വിളിച്ചത്, അതിനാണ് താൻ പോകുന്നത്. പാർട്ടിയെയും അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളുവെന്നും ശശി തരൂർ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. അത് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ ഇടയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവർ ആവശ്യപ്പെട്ടത്, അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര്.
എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട്. ചില സംസാരങ്ങളും ബ്രീഫിങ്ങൊക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. വയനാട് 900 കണ്ടിയിലെ എമറാൾഡ് വെഞ്ചേഴ്സ് റിസോർട്ടിൽ ഷെഡ് തകർന്നു വീണ് വിനോദസഞ്ചാരിയായ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. ഹട്ട് തകർന്നു വീണിട്ടും അപകടത്തിൽ പരിക്കേറ്റത് മരിച്ച നിഷ്മയ്ക്ക് മാത്രമാണെന്ന് കുടുംബം ആരോപിച്ചു. വയനാട് റിസോർട്ടിൽ ഷെഡ് തകർന്ന വീണ വിനോദസഞ്ചാരിയായ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തി. ഹട്ട് തകർന്ന വീണിട്ട് അപകടത്തിൽ പരിക്കേറ്റത് മരിച്ച നിഷ്മയ്ക്ക് മാത്രമാണെന്ന കുടുംബം ആരോപിക്കുന്നത്. കൂടെയുണ്ടായിരുന്ന 16 പേരിൽ ഒരാൾക്ക് പോലും പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം നടത്തണമെന്നാണ് നിഷ്മയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. ഹട്ട് തകർന്നു വീണിട്ടും നിഷ്മയുടെ ശരീരത്തിൽ ബാഹ്യപരിക്കുകളൊന്നും ഉണ്ടായില്ല. ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞിട്ടില്ല. പരിക്ക് മുഴുവൻ ആന്തരിക അവയവങ്ങൾക്ക് ആയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. മരണശേഷം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാരും ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ദുരൂഹത നീക്കാൻ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 2-നായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ നിഷ്മയ്ക്ക് ജീവൻ നഷ്ടമാകുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുമായിരുന്നു. സംഭവത്തിൽ റിസോർട്ട് മാനേജർ സ്വച്ഛൻ, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെ മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. M5 ന്യൂസ്, വയനാട്. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കുടുംബം. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ഒരമ്മയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് ഐവിന്റെ അമ്മ പറഞ്ഞു. ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കങ്ങളിൽ റവന്യൂ അധികാരികൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. റവന്യൂ വകുപ്പ് ഭൂനികുതി സ്വീകരിച്ചാലും പ്രസ്തുത വസ്തുവിൽ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുവാനുള്ള അധികാരം റവന്യൂ വകുപ്പിന് നഷ്ടമാകില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു. ഭൂനികുതി സ്വീകരിക്കുന്നത് സർക്കാരിന് വരുമാനമുണ്ടാക്കുവാനുള്ള ഒരു ക്രമീകരണം മാത്രമാണ്. ഭൂനികുതി സ്വീകരിച്ചതുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ലെന്നതിന് നിരവധി മേൽക്കോടതി ഉത്തരവുകളുണ്ട് എന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിരീക്ഷിച്ചു. വാമനപുരം സ്വദേശി വി ജയകുമാർ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പരാതിക്കാരൻ്റെ പേരിലുള്ള 33/4 സെന്റ് സ്ഥലത്തിന് 2023 ശേഷം ഭൂനികുതി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കേരള ലാൻഡ് ടാക്സ് നിയമപ്രകാരം ഭൂനികുതി സ്വീകരിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടെങ്കിലും റവന്യൂ വകുപ്പ് തയ്യാറായില്ല. തുടർന്ന് നെടുമങ്ങാട് തഹസിൽദാരെ കമ്മീഷൻ നേരിൽ കണ്ടു. പരാതിക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പുറമ്പോക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഭൂനികുതി സ്വീകരിച്ചാൽ അത് പുറമ്പോക്ക് ഭൂമിക്കുള്ള സാധൂകരണമാകുമെന്നും തഹസിൽദാർ വാദിച്ചു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും 6ഓളം ഉത്തരവുകളും കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചു. ഭൂനികുതി സ്വീകരിക്കണമെന്ന കമ്മീഷൻ മുമ്പ് പാസാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കുകയില്ലെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. നെടുമങ്ങാട് താലൂക്ക് തഹസിൽദാർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. M5 ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം കാളികാവ് കടുവാ ദൗത്യത്തിന്റെ ചുമതലയിലുള്ള നിലമ്പൂർ സൗത്ത് DFOയ്ക്ക് സ്ഥലം മാറ്റം. DFO G ധനിക് ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത്. കാളിക്കാവിലെ നരഭോജി കടുവയെ പിടികൂടുവാനുള്ള വനം വകുപ്പിന്റെ ശ്രമം 3ാം ദിവസവും തുടരുകയാണ്. ഇതിനിടയിലാണ് ദൗത്യത്തിന് ചുമതല വഹിക്കുന്ന DFOയ്ക്ക് അപ്രതീക്ഷിത സ്ഥലമാറ്റം. ACFK രാകേഷിനാണ് പകരം ചുമതല. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് സ്ഥലം മാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നു. എന്നാൽ DFO ധനിക് ലാലിനെ സ്ഥലം മാറ്റിയത് കടുവാ ദൗത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പ്രതികരിച്ചു. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആളെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഓൾറെഡി ഇന്ന് നമ്മൾ 2 കൂടുകൾ ആദ്യം പരിശോധിച്ചു. കൂടുകളിൽ അവിടെ എന്തായാലും ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. 50 ക്യാമറകളിൽ കാർഡുകളെടുത്ത് അത് പരിശോധിച്ച് വരാണ്. കുറച്ച് സമയത്ത് പല സ്ഥലത്തായിരിക്കുന്ന കാർഡുകൾ വെച്ച് പരിശോധിച്ച് വരാണ്. ഇത് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ഏത് ഏരിയയാണ് നമ്മൾ തിരഞ്ഞത് അത് നമ്മൾ ഓൾറെഡി മാപ്പിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നും തിരച്ചിൽ ചെയ്യുന്നത്. ആ ഏരിയകൾ കൂടി ഉൾപ്പെടുത്തി ഇന്ന് തിരയും. ആവശ്യമെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഇതിൽ 10 മാസം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് നമ്മളുള്ള ക്യാമറ ട്രാപ്പുകൾ മാറ്റി സ്ഥാപിച്ചു നോക്കും. ഒരു അനിമൽ മൂവ്മെൻറ്റ് അങ്ങനെ ഇതായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ ഏരിയയിൽ നമുക്ക് ഏകദേശം ഒരു ചെറിയ ഏരിയയിലുള്ള വിസിബിലിറ്റിനെ നമ്മൾ നാരോ ഡൗൺ ചെയ്തിട്ടാണ് ആ ഏരിയയിലേക്ക് കുടിക്കാനങ്ങൾ കൊണ്ടുപോകുന്നത്. വിസിബിലിറ്റി ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വിസിബിലിറ്റി ഇല്ലാത്ത നമ്മളിപ്പോൾ അതിന് സാന്നിധ്യം നമ്മളൊരു കുറച്ച് എവിഡൻസസ് വെച്ച് നമ്മൾ സ്ഥിരീകരിക്കണമല്ലോ.
അത് നമ്മൾ മാക്സിമം ഏരിയ കവർ ചെയ്ത് ഇത് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെയായിട്ട് മീറ്റിംഗ് എടുക്കണം. ആ ഏരിയയിൽ കുറച്ചധികം കാടുകളുള്ള ഈ പ്രൈവറ്റ് പ്ലാന്റേഷൻസ് ഉണ്ട്. അത് കർഷകരുമായി കൂടിയാലോചിച്ച് അതിൽ കടുവയ്ക്ക് ഹൈഡ് ചെയ്യാനുള്ള പ്ലേസസ് ഒഴിവാക്കാനുള്ള നടപടിയും കൂടി അതിനൊപ്പം ചേർന്ന് തീരുമാനിക്കും. ഡിസ്റ്റൻസ് ഉള്ള ഏരിയയിലാണ് വച്ചിരിക്കുന്നത്. പോകുന്ന വഴി അവർ പരിശോധിച്ച് പോകും. ഇത് ഇന്നിപ്പോൾ തെരച്ചിൽ ബാക്കി തുടങ്ങിയിട്ടുള്ളൂ. ഈ ആനകളെ ഇപ്പോൾ നിലവിലിറക്കാൻ സാധ്യതയില്ല അല്ലേ? നിലവിൽ എന്തെങ്കിലും ചെറിയ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആനേനെ ആ മേഖലയിലേക്ക് മൂന്ന് സംഘം തന്നെ. വനം വകുപ്പ് പാറശ്ശേരി മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടെ നിരവധി തൊഴിലാളികൾക്കാണ് ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്നത്. ഇവർക്ക് ഭക്ഷണ കിറ്റ് നൽകാൻ കാളിക്കാവിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. കൂടാതെ പ്രദേശത്തെ അടിക്കാടുകൾ വിട്ടും. വനം വകുപ്പിന്റെ പരിശോധനയിൽ ഇതുവരെയും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. കടുവയെ കണ്ടെത്താൻ 50 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുകൾ സ്ഥാപിച്ചിടങ്ങളിൽ കടുവയുടെ സാന്നിധ്യമില്ല. M5 ന്യൂസ്, മലപ്പുറം. കോഴിക്കോട് നോർത്ത് മുൻ MLA പ്രദീപ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി. പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവ് നൽകി. KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്നാണ് പ്രദീപ് കുമാറിനെ നിയമിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ദിനമായ മെയ് 20-ന് UDF കരിദിനമായി ആചരിക്കുമെന്ന് കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു. അന്ന് പ്രാദേശിക തലത്തിൽ UDF കരിങ്കൊടി പ്രകടനം നടത്തും. നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ MPമാർ, MLAമാർ, തദ്ദേശ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കാരണം അത് അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ്. അല്ലാതെയുള്ള എല്ലാ ആഘോഷ പരിപാടികളും UDF പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ച അട്ടാരി വാഗ അതിർത്തി തുറന്നു. 22 ദിവസങ്ങൾക്ക് ശേഷമാണ് വാഗ അതിർത്തി തുറന്നത്. അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായാണ് അതിർത്തി തുറന്നിട്ടുള്ളത്. 22 ദിവസങ്ങൾക്ക് ശേഷം അട്ടാരി വാഗ അതിർത്തി തുറന്നു. പ്രവേശനം അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ 8 ട്രക്കുകൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നു. ഡ്രൈ ഫ്രൂട്ട്സുമായാണ് ട്രക്കുകൾ എത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് 150ഓളം ചരക്ക് ലോറികളാണ് ലാഹോറിനും വാഗയ്ക്കുമിടയിൽ കുടുങ്ങിയിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെയാണ് അതിർത്തി തുറന്നത്. ഏപ്രിൽ 24 മുതൽ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ട്രക്കുകൾ. കരയിലൂടെയുള്ള ചരക്കു ഗതാഗതത്തിന് മാത്രമാണ് അനുമതിയെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ 8 ട്രക്കുകൾ മാത്രമാണ് അതിർത്തി കടന്നതെന്നുമാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇന്തോ ഫോറിൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് BK ബജാജ് ട്രക്കുകൾ അതിർത്തി കടന്നതായി സ്ഥിരീകരിച്ചു. ഏപ്രിൽ 22-ന് 26 പേർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കർശന നിയന്ത്രണങ്ങളാണ് ഇന്ത്യ ചുമത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിയത്. ഇസ്ലാമാബാദിലെ അഫ്ഗാൻ എംബസിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ട്രക്കുകൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയത്. ഏപ്രിൽ 25-ന് മുൻപ് പാകിസ്ഥാനിലെത്തിയ ട്രക്കുകളാണ് നിലവിൽ അതിർത്തി കടക്കുന്നത്. അതിർത്തിയിൽ അനിശ്ചിതകാലത്തേക്ക് കുടുങ്ങിയത് ചരക്കുകൾ കേടുവരുത്താൻ കാരണമാകുമെന്ന ആശങ്ക ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികൾ വ്യക്തമാക്കിയിരുന്നു. ചരക്കിനുള്ള പണം നൽകിക്കഴിഞ്ഞതിനാൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയും വ്യാപാരികൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. M5 ന്യൂസ്, ഡൽഹി. ഇനി സ്പോർട്സ് ന്യൂസ്. കേരളത്തിൽ എത്തുന്നതിൽ നിന്ന് അർജന്റീനിയൻ ടീം പിന്മാറിയതിൽ സ്പോൺസർമാരോട് വിശദീകരണം തേടി കായിക വകുപ്പ്. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് അനിശ്ചിതത്വത്തിൽ ആക്കിയത് സ്പോൺസർമാരാണെന്നാണ് കായിക വകുപ്പിന്റെ കണ്ടെത്തൽ. ജനുവരിയിൽ പണം നൽകാമെന്നായിരുന്നു സ്പോൺസർമാരുടെ വാഗ്ദാനം. നിശ്ചിത സമയത്തും സ്പോൺസർമാർ തുക നൽകിയില്ലെന്ന് കായിക വകുപ്പ് പറയുന്നു. വിശദീകരണം തേടി കായിക വകുപ്പ് സ്പോൺസർമാർക്ക് കത്തയക്കും. ഇന്നലെയാണ് മെസ്സിയും സംഘവും കേരളത്തിലേക്കില്ലെന്ന് കായിക മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്നത്. 300 കോടിയിലധികം രൂപയാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും വരവിന് സർക്കാർ കണക്കാക്കിയ ചെലവ്. ഇതിൽ 200 കോടി അർജന്റീന ടീമിന് കൊടുക്കാനുള്ള തുക മാത്രമാണ്. എന്നാൽ ഈ തുക കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. മുന്നോട്ട് വന്ന 3 സ്പോൺസർമാരും തുക നൽകാൻ തയ്യാറായിട്ടില്ല. അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്ന ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ടീം മറ്റ് രാജ്യങ്ങളിൽ പര്യടനത്തിലായിരിക്കും. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കുന്ന ടീം നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലുമായിരിക്കും കളിക്കുമെന്ന് അർജന്റീന മാധ്യമങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഒക്ടോബറിൽ 2 സൗഹൃദ മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറെന്ന അർജന്റീന അറിയിച്ചെന്നായിരുന്നു കായിക മന്ത്രി വി. അബ്ദുറഹിമാന്റെ പ്രഖ്യാപനം.
സ്പോർട്സ് ഡെസ്ക് M5 ന്യൂസ്. വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ഏകദിന നായകൻ രോഹിത് ശർമ്മയുടെ പേരിലുള്ള സ്റ്റാൻഡ് അനാച്ഛാദനം ചെയ്ത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ. രോഹിത് ശർമ്മയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് രോഹിത് ശർമ്മയുടെ മാതാപിതാക്കളാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിൽ ശരത് പവാറും അജിത് വഡേക്കറുമായിരുന്നു സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. ലോക പ്രശസ്തമായ ഹൊറർ സിനിമ ഫ്രാഞ്ചൈസായ ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബ്ലഡ് ലൈൻസ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ടോം ക്രൂസ് ചിത്രമായ മിഷൻ ഇമ്പോസിബിളിന്റെ റിലീസ് കാരണം ഫൈനൽ ഡെസ്റ്റിനേഷന് ഇന്ത്യയിൽ ഐമാക്സ് സ്ക്രീനുകൾ ലഭിച്ചിരുന്നില്ല. എങ്കിലും റിലീസ് ചെയ്ത് 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 9.45 കോടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ നേട്ടം. ഇനി കാലാവസ്ഥ. ന്യൂനമർദ്ദ സാധ്യത, ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇടിമിന്നലോടെ കനത്ത മഴ, ജാഗ്രതാ നിർദ്ദേശം. മറ്റന്നാൾ മലബാറിലെ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റന്നാൾ മലബാറിലെ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി മെയ് 21ഓടെ ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട മെയ് 22ഓടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ച സംസ്ഥാനത്തെ 62 റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു. സ്മാർട്ട് റോഡുകൾ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. സർവകക്ഷി സംഘത്തിന്റെ വിദേശ പര്യടനത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് കേന്ദ്ര സർക്കാർ, അതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും ശശി തരൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ച അട്ടാരി വാഗ അതിർത്തി തുറന്നു. 22 ദിവസങ്ങൾക്ക് ശേഷമാണ് വാഗ അതിർത്തി തുറന്നത്. കേരളത്തിൽ എത്തുന്നതിൽ നിന്ന് അർജന്റീനിയൻ ടീം പിന്മാറിയതിൽ സ്പോൺസർമാരോട് വിശദീകരണം തേടി കായിക വകുപ്പ്. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് അനിശ്ചിതത്വത്തിലാക്കിയത് സ്പോൺസർമാരാണെന്ന് കായിക വകുപ്പ്. ഇതോടുകൂടി ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.